നമസ്കാരം. രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് 3 ഒഴിവുകളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. MLA-മാരുടെ കണക്കുകൾ പ്രകാരം ഇതിൽ 2 എണ്ണത്തിൽ ഇടതുപക്ഷവും 1-ൽ UDF-ഉമായിരിക്കും വിജയിക്കാൻ പോവുക. ഇടതുപക്ഷത്തെ 2-ൽ 1 സീറ്റിൽ CPM എന്തായാലും സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തന്നെയാണ്, അത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സീറ്റ് എന്ന് പറയപ്പെടുന്നത് ആർക്കാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സീറ്റിനായിട്ട് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം, ഒപ്പം തന്നെ CPI ഇവരൊക്കെ ശക്തമായി രംഗത്തുണ്ട്. ഇതിന് പിന്നാലെ ഇപ്പോൾ RJDയും ഏറ്റവും ഒടുവിലായി NCP പോലും രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. CPM-നെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ശേഷിയില്ലാത്ത RJDയും NCPയും ഒക്കെ രാജ്യസഭാ സീറ്റിനായി രംഗത്ത് വന്നത് CPM നേതൃത്വത്തെ അടക്കം ചൊടിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുമെന്നാണ് NCPയുടെ നേതാവും മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള AK ശശീന്ദ്രനും RJDയുടെ നേതാവുള്ള MB ശ്രേയംസ് കുമാറൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ നേതാവായിട്ടുള്ള ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധി അവസാനിക്കുന്നതിനാൽ ആ സീറ്റ് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എം. അവർ ഇക്കാര്യം CPM നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. UDF വിട്ടുവന്ന പാർട്ടിയായതും കേരള കോൺഗ്രസിന് മധ്യ കേരളത്തിലുള്ള സ്വാധീനവും ഇവയൊക്കെ പരിഗണിച്ചും ഒഴിവരുന്ന രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസിന് നൽകണമെന്ന താൽപ്പര്യമാണ് CPM-ന് സത്യത്തിലുള്ളത്. CPM നേതൃത്വം മൊത്തത്തിൽ തന്നെയാണ് കരുതുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് എം മുന്നണിയിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് CPM ആഗ്രഹിക്കുന്നത് പോലും. കാരണം ഈ കേരള കോൺഗ്രസിനെ UDF-ലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ, കോൺഗ്രസ് നീക്കമൊക്കെ വളരെ ശക്തമായ സാഹചര്യത്തിലാണ് CPM വളരെ ജാഗ്രതയോടുകൂടി സീറ്റ് വിവാദത്തെ നോക്കിക്കാണുന്നത് എന്ന് പറയേണ്ടി വരും. ഇടതുപക്ഷത്തെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായിട്ടുള്ള CPIക്ക് രാജ്യസഭാ സീറ്റ് വേണമെന്നത് ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നതാണ് CPI നേതൃത്വത്തിൻ്റെ അടക്കം നിലപാട് എന്നാണ് അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ CPI-യുമായി ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക ചർച്ചയൊക്കെ നടത്തുവാനും CPM ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. ആ ധാരണ പ്രകാരമായിരിക്കും മുന്നോട്ട് പോവുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം മുന്നണിയിൽ തുടരേണ്ടത് CPM-നും CPI-ക്കും ഒരുപോലെ അനിവാര്യമായതിനാൽ തന്നെ ഒടുവിൽ CPI വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം കരുതുന്നതും CPM-ഉം അത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് CPI-ക്കും ഇനി കേരള കോൺഗ്രസിനും ഒരുപോലെ നിർണായകമാവുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ കാരണം ആര് പരാജയപ്പെടും വിജയിക്കും എന്നുള്ളത് പ്രത്യേകതയാണ്. തൃശ്ശൂർ, വയനാട്, മാവേലിക്കര, തിരുവനന്തപുരം സീറ്റുകളിലാണ് CPI മത്സരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ തൃശ്ശൂരിലും മാവേലിക്കരയിലും അവർക്ക് വലിയ പ്രതീക്ഷയുമുണ്ട് താനും. ഈ 2 സീറ്റുകൾ CPI-ക്ക് ലഭിക്കുകയും കേരള കോൺഗ്രസ് കോട്ടയം സീറ്റിൽ തോൽക്കുകയും ചെയ്താൽ CPI-ക്ക് രാജ്യസഭാ സീറ്റിൽ പിടിമുറുക്കുവാൻ പിന്നെ കഴിയുകയില്ല. അതേസമയം കോട്ടയം സീറ്റിൽ ജയിച്ചാലും തോറ്റാലും രാജ്യസഭാ സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്മാറാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിയുകയുമില്ല. അപ്പോൾ രണ്ടുപേർക്കും രാജ്യസഭാ സീറ്റ് അത്യാവശ്യമാണ്. CPM നേതൃത്വത്തിലാണ് ജോസ് കെ മാണിയുടെ സകല പ്രതീക്ഷയും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. UDF-ലേക്ക് പോകാൻ അല്ലെങ്കിൽ തിരിച്ചു പോകാൻ കേരള കോൺഗ്രസിലെ നല്ലൊരു വിഭാഗത്തിന് താല്പര്യമില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ജോസ് അതിന് തയ്യാറായേനെ. രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ CPI-യും കേരള കോൺഗ്രസും അവകാശവാദം ഉന്നയിക്കുന്നത് ന്യായമാണെങ്കിലും എന്തടിസ്ഥാനത്തിലാണ് ഈ RJDയും NCPയും ഒക്കെ ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാണ് CPM പ്രവർത്തകർ അടക്കമുള്ളവർ ചോദിക്കുന്നത്. മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന ആവശ്യങ്ങൾ ഉയർത്തുന്ന AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത് എന്നുള്ള ആവശ്യവും CPM അണികളിൽ തന്നെ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ഉയർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നാസിക് ഉൾപ്പെടെയുള്ള പല മേഖലകളിലും CPM-ന് ശക്തി ഉണ്ടായിട്ടും ഒരു ലോക്സഭാ സീറ്റിൽ പോലും പിന്തുണ നൽകുവാൻ ഈ NCP തയ്യാറാകാത്തതും ഒപ്പം തന്നെ അവർ അതിനോടൊപ്പം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്. പല പാർട്ടികളിലൂടെ മറിഞ്ഞും മുന്നണി മാറിയും ഒടുവിൽ RJDയിൽ ചേക്കേറിയ MB ശ്രേയംസ് കുമാർ, ആ MB ശ്രേയംസ് കുമാർ ഇപ്പോൾ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്നതിൽ CPM-നുള്ള കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. UDF-ൻ്റെ ശൈലിയിൽ, അതായത് UDF-ൻ്റെ ശൈലിയിൽ ഇടതുപക്ഷത്തിരുന്ന് രാജ്യസഭാ സീറ്റ് വിവാദമാക്കുന്നതിലാണ് ഒരു പ്രതിഷേധം ഇടതുമുന്നണിക്ക് തന്നെ ഉള്ളത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വരുന്നവർക്കും പോകുന്നവർക്കുമൊക്കെ രാജ്യസഭാ സീറ്റ് കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും വിജയിക്കാത്ത RJDയും NCPയും ഒക്കെ രാജ്യസഭാ സീറ്റ് ചോദിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഒന്നുകിൽ തന്നെ CPI-യും കേരള കോൺഗ്രസ് എമ്മും തമ്മിലൊരു വടംവലി നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിനെ ഒന്നുകൂടി ആ ഒരു പ്രശ്നത്തെ കുറച്ചുകൂടി വലുതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ RJDയും NCPയും കൂടി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും.
അപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും RJDക്കും NCPക്കും സീറ്റ് നൽകില്ല. കേരള കോൺഗ്രസിന് തന്നെയായിരിക്കും സീറ്റ് നൽകുക. CPIക്ക് സഹിക്കേണ്ടിയും വരും. CPMൻ്റെ തീരുമാനം കേരള കോൺഗ്രസ് ജോസ് കെ മാണിക്ക് സീറ്റ് നൽകുക എന്നത് തന്നെയായിരിക്കും.